കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ അന്വേഷണം ആരംഭിച്ച് ദേവസ്വം വിജിലൻസ്. ദേവസ്വം വിജിലൻസ് SI രാകേഷ് പരിശോധനയ്ക്കെത്തി. പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും. ദേവസ്വം കമ്മീഷണർ സീൽ ചെയ്ത വീട്ടിൽ പരിശോധന നടത്തി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇപ്പോൾ എവിടെയൊക്കെയാണ് ദേവസ്വം വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്? ഈ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു ഇത്തരത്തിൽ കരിപ്രസാദം വ്യാജമായി നിർമ്മിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയത്. ഒന്ന്, ഇതിന് സമീപത്തൊരു വാടക വീട്ടിൽ ഈ ചില ജോലിക്കാർ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇത്തരത്തിൽ ഈ കരി പ്രസാദം നിർമ്മിക്കുന്നത് ആദ്യം കണ്ടെത്തിയത്. അവിടുത്തെ പരിശോധന പൂർണ്ണമായും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ശാന്തി മഠത്തിന് മുകളിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും പരിശോധന നടത്തുകയാണ്. ക്ഷേത്രത്തിൽ വളരെ പവിത്രതയോടുകൂടി നിർമ്മിച്ച് അത് വിശ്വാസികൾക്ക് പ്രസാദത്തോടൊപ്പം നൽകുന്നതാണ് ഈ കരിപ്രസാദം എന്ന് പറയുന്നത്. അത് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിക്കുന്നതിനെതിരെ വിശ്വാസികൾ പരാതിയുമായി ദേവസ്വത്തെ സമീപിച്ചിരുന്നു. ഒപ്പം തന്നെ അവിടെ അവർ നേരിട്ടെത്തി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇത് വലിയ തോതിൽ വ്യാജമായി യാതൊരു തരത്തിലുള്ള ശുചിത്വമില്ലാതെ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം സീൽ ചെയ്തിരുന്നത്. അവിടെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ SI എത്തി പരിശോധന നടത്തിയിരുന്ന. ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ ഗൗരവകരമായ ഒരു വിഷയം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട്. പക്ഷേ വീണ്ടും പ്രതിഷേധക്കാരൊക്കെ തന്നെ ഈ അന്വേഷണത്തോട് സഹകരിക്കുകയും തുടർന്ന് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇപ്പോഴും ഈ സീൽ ചെയ്ത മുറിക്കുള്ളിൽ നിന്നും കറുത്ത പൊടി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മദ്യക്കുപ്പികളും ആനയുടെ നെറ്റിപ്പട്ടം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മഹസർ എഴുതിയതിനു ശേഷം ചാക്കുകളിലാക്കി ദേവസ്വം കെട്ടിടത്തിലേക്ക് മാറ്റി സീൽ ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.